വയസ്സായില്ലേ? മരിക്കാനായി, ഒരുപാട് വയസ്സായി. എന്നാൽ ഇത്രയും നീണ്ട കാലത്തിനിടയിൽ ഈ ലോകത്ത് കഴിഞ്ഞുപോയ കാലങ്ങളുണ്ടല്ലോ, ഈ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഏറ്റവും നല്ല കാലം ഏതായിരുന്നു? ഞാൻ തന്നെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന കാലം, അതാണ് ഈ ലോകത്ത് കഴിഞ്ഞുപോയ കാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള കാലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുകയില്ല. അതിനുശേഷം ഉന്നത ശീർഷകരായ ചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം അങ്ങനെയുള്ള കാലമാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ല കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്തുണ്ടായിരുന്ന കാലം. ഏറ്റവും ദുഷിച്ച കാലം ഏതാ പറയാൻ കഴിയോ? ഇല്ല, ഞാൻ തന്നെ പറയാം. ഏറ്റവും ദുഷിച്ച കാലം ഇന്ന്. നിങ്ങൾ സമ്മതിക്കുമെന്ന് അറിയില്ല. ഇത്ര പരിഷ്കരിച്ച കാലം അല്ലെ, ഇത്ര പരിഷ്കരിച്ച കാലത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഏറ്റവും ദുഷിച്ച കാലം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് അറിയില്ല. ശ്രദ്ധിക്കേതായാലും ഞാൻ വേഗം നിർത്തും, പ്രസംഗിക്കുകയല്ല. ഏറ്റവും ദുഷിച്ച കാലം ഇന്നാണ്, അത് സമ്മതിക്കേണ്ടി വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവിടുന്ന് പറഞ്ഞു, ലാ യഅതി അലൈക്കും, നിങ്ങൾക്ക് വരികയില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. ലാ യഅതി അലൈക്കും, നിങ്ങൾക്ക് വരികയില്ല. ആമുൻ, ഒരു കൊല്ലം, വലാ യൗമുൻ, ഒരു ദിവസമോ നിങ്ങൾക്ക് വരികയില്ല. ഇല്ലാ വല്ലദീ ബഅദഹു ശർറും മിൻഹു, അതിന്റെ ശേഷമുള്ളത് ഏറ്റവും ദുഷിച്ചതായിട്ടല്ലാതെ. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ, അതായത് ഖിയാമത്ത് നാൾ വരെ. പോരാ, കൂടുതൽ വ്യക്തമാകും. മക്കൾ ശ്രദ്ധിക്കൂ. ഇമാം തബ്റാനിയുടെ റിവായത്ത്, അംസി, എന്താ മോനെ അംസി മയന, അംസി ഇന്നലെ അല്ലെ, അംസി ഇന്നലെ, ഖൈറും മിനൽ യൗമി, ഇന്നത്തെക്കാൾ ഖൈറാൻ, അൽ യൗമു ഇന്ന്, ഖൈറും മിൻ ഗദിൻ, നാളത്തെക്കാൾ ഖൈറാൻ, ഹത്താ തഖൂമ സാഅത്തു, ഖിയാമത്ത് നാളെ നിലനിൽക്കുന്നത് വരെ. ഇനി ഒരു സംശയമില്ലല്ലോ. ഇന്നലത്തെക്കാൾ മോശമാണ് ഇന്ന്, ഇന്നത്തെക്കാൾ മോശമായിരിക്കും നാളെ. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഈ ഹദീസ് ഉലമാഇന്റെ ഇടയിൽ, മുഹദ്ദിസുകളുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ്. ഫത്ഹുൽ ബാരിയിലൊക്കെ ഈ ഹദീസുകളെടുത്ത് ചർച്ച നടക്കുന്നത് കാണാം. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലമോ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമോ, ഏത് കാലാണ് നല്ല കാലം? പെട്ടെന്ന് കുട്ടികൾ ചരിത്രം പഠിച്ച് ചിലപ്പോ പറഞ്ഞേക്കും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലമാണ് എന്ന്. എന്നല്ല, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലമാണ്. അതിന് മഹാത്മാക്കൾ കാരണം പറയുന്നത്, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലത്ത് കുറെ സഹാബികൾ ജീവിച്ചിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത് സഹാബികൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലമാണ് നല്ല കാലം. അപ്പൊ വലിയ വലിയ മഹാത്മാക്കളുടെ സാന്നിധ്യമാണ് കാലത്തിന്റെ മേന്മ. ഏതായാലും ഇരിക്കട്ടെ, ഈ കാലത്ത് ഏറ്റവും ദുഷിച്ച കാലമാണ് എന്ന് പറഞ്ഞു. മക്കൾക്ക് സമ്മതാണോ? സമ്മതാണ്. അങ്ങനെയുള്ള സമ്മതം. ഇതെത്ര ഈ കാലത്ത്, ഈ ലോകത്തിന് എന്താ പേര് പറയല്? ഈ കാലത്തിന് ഇന്റർനെറ്റ് യുഗം അല്ലെ? സുബ്ഹാനല്ലാഹ്, ഇത്ര പരിഷ്കരിച്ച ഇക്കാലം. ഈ കാലത്തെ പറ്റി അറിയാതെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു? മഅദല്ലാഹ്, അങ്ങനെ ചിന്തിച്ചു പോകരുത്. അങ്ങനെ ചിന്തിച്ചു പോയെങ്കിൽ പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ന് ഈ കാലമല്ല, ഖിയാമത്ത് നാൾ വരെയല്ല, അതിന്റെ അപ്പുറവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം അല്ലേ? ഈ കാലത്തെപ്പറ്റി നന്നായി അറിയും. ഒരു ഹദീസ് ശ്രദ്ധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅത്തു, ഖിയാമത്ത് നാൾ നിലനിൽക്കുകയില്ല, ഹത്താ തതകല്ലമൽ ജമാദാത്തു, നിർജീവ വസ്തുക്കൾ സംസാരിക്കുന്നത് വരെ. ഖിയാമത്ത് നാൾ ഏറ്റവും സമീപിക്കുമ്പോൾ നിർജീവ വസ്തുക്കൾ സംസാരിക്കും. അത് നടന്നോ? അതാണ് ഈ യുഗം അല്ലേ? ഫോണുണ്ടോ കയ്യിൽ? മൊബൈൽ ഫോൺ. അതെടുത്തിട്ട് ആരെങ്കിലും വിളിക്കുക. അപ്പൊ ചിലപ്പോ പറയുന്നുണ്ടാവും, നിങ്ങൾ വിളിക്കുന്നയാള് മറ്റൊരാളുമായി സംഭാഷണത്തിലാണ്, കുറച്ച് കഴിഞ്ഞാൽ ശ്രമിച്ചു നോക്കുന്നത്. ആരാ പറയുന്നത്? കമ്പ്യൂട്ടർ. അത് നിർജീവ വസ്തുവല്ലേ? നിർജീവ വസ്തുക്കൾ സംസാരിക്കാന്ന് പറഞ്ഞ ഇത് തന്നെയല്ലേ?
ഈ കാലത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ ഏറ്റവും സമീപിക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ വീട്ടിൽ എന്തെല്ലാം സംഭവിക്കുന്നോ അതെല്ലാം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറുകൾ നിങ്ങളോട് സംസാരിക്കുമെന്ന്. അത് സംഭവിച്ചത് അടുത്ത ദിവസങ്ങളിലല്ലേ ചില പത്രങ്ങളിൽ വായിക്കാൻ സാധിച്ചത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് കാലത്താണത് പറഞ്ഞത് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കാലത്തെപ്പറ്റി നന്നായി അറിയാം. നല്ലോണം നന്നായി ശ്രദ്ധിക്കേണ്ട കാലമാണിത്. ഖിയാമത്ത് നാൾ ഏറ്റവും സമീപിക്കും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ 10, ചെറുത് 100-300 അടയാളങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അല്ലേ? ചെറിയ അടയാളങ്ങൾ മുഴുവനും കഴിഞ്ഞു. വലിയ അടയാളങ്ങൾ ഏറ്റവും സമീപത്താണ് എന്ന് ഇന്നുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ വിളിച്ചു പറയുക. ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങൾ ഞങ്ങൾ ഒരിക്കലും